ഓക്കെ, ഹലോ എവരിബഡി. നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയുണ്ട്? നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടോ എന്ന് ചാറ്റിൽ ഒന്ന് രേഖപ്പെടുത്താമോ? നമ്മൾ വരുന്നതിന് മുൻപ് എൻ്റെ ഹെഡ്സെറ്റിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഡിസംബർ 2. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചത് നിർദ്ദേശങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, ക്രമീകരിക്കാനുള്ള കഴിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ കർശനമായി ഉറച്ചുനിൽക്കരുത് എന്ന് പറയുന്നതെന്നും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ, ചിന്താഗതി, നമ്മുടെ ഗോളുകൾ എന്നിവ ക്രമീകരിക്കാൻ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിനും തകർച്ചയ്ക്ക് കാരണമായേക്കാം. ബിസിനസ്സിൻ്റെ ചരിത്രത്തിൽ നമ്മളത് പലതവണ കണ്ടിട്ടുണ്ട്. മാറ്റത്തിനനുസരിച്ച് ക്രമീകരിക്കാത്ത പല കമ്പനികളും തകർച്ചയിലേക്ക് പോയി. ഏറ്റവും പ്രശസ്തമായ ചില പേരുകൾ നോക്കിയ, ബ്ലോക്ക്ബസ്റ്റർ. ഇത് രണ്ടും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പേരുകളാണ്. അവർ മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ടില്ല, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് അവർ ശ്രദ്ധിച്ചില്ല. അവരുടെ മാർക്കറ്റ് ഷെയർ ഭാവിയിൽ ഒരു സ്വാധീനവും ചെലുത്തില്ലെന്ന് അവർ കരുതി. അത് എത്രത്തോളം തെറ്റായിരുന്നു? അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ചാനലിൽ എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും വീണ്ടും നന്ദി. നിങ്ങൾ ചാറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ സന്ദേശവും ഞാൻ വായിക്കാറുണ്ട്. നല്ല സന്ദേശങ്ങളോടും അഭിവാദ്യങ്ങളോടും ഞാൻ പ്രതികരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് എല്ലാവർക്കും നന്ദി. ബിസിനസ്സിൽ ക്രമീകരണങ്ങൾ നടത്തുന്നത് വളർച്ചയ്ക്ക് മാത്രമല്ല, നിലനിൽപ്പിനും നിർണായകമാണ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ ആവശ്യങ്ങൾ, പുതിയ സാങ്കേതികവിദ്യകൾ, വിപണിയിലെ മാറ്റങ്ങൾ എന്നിവയോട് പ്രതികരിക്കാൻ ഇത് കമ്പനികളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ക്രമീകരിക്കുകയും മാറുകയും ചെയ്യേണ്ടത്. സാങ്കേതികവിദ്യ ഇപ്പോൾ അതിവേഗം മുന്നേറുകയാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാത്തവരും പൊരുത്തപ്പെടാത്തവരുമാണ് പിന്നോട്ട് പോകുന്നത്. നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ AI അതിൻ്റെ വളരെ പ്രാരംഭഘട്ടത്തിലായിരുന്നു. അത് അധികം മുൻപല്ല. ഇപ്പോൾ AI നോക്കൂ. ChatGPT, ഗൂഗിളിൻ്റെ ജെമിനി, കൂടാതെ മറ്റ് AI സോഫ്റ്റ്വെയറുകൾ എന്നിവയുടെ കടന്നുവരവോടെ ഇത് വലിയ മാറ്റമാണ്. ഇത് ഉൾക്കൊള്ളാത്ത, മാറാത്ത കമ്പനികളാണ് തീർച്ചയായും പിന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് കമ്പനികൾ വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കേണ്ടത് വളരെ പ്രധാനമായത്. പ്രതിസന്ധികളെ മറികടക്കാനും അവസരങ്ങളെ മുതലെടുക്കാനും ഇത് ബിസിനസ്സിനെ സഹായിക്കുന്നു. അതുവഴി നിശ്ചലമാകാതെയും അപ്രസക്തമാകാതെയും മുന്നോട്ട് പോകാൻ കഴിയും. അഡ്ജസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ നൽകുന്നു. ഇത് എല്ലാ കാരണങ്ങളുമല്ല എങ്കിലും പ്രധാനപ്പെട്ടവയാണ്. ഒന്നാമതായി, നിലവാരവും മത്സരശേഷിയും നിലനിർത്താൻ. വിപണികളും സാങ്കേതികവിദ്യകളും ഉപഭോക്തൃ ആവശ്യങ്ങളും എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമീകരണങ്ങൾ നടത്തുന്നത് ബിസിനസ്സുകൾക്ക് ഈ മാറ്റങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാനും എതിരാളികളെക്കാൾ മുന്നിൽ നിൽക്കാനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ നമുക്ക് സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ആളുകൾ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നത്. യുവാക്കൾ, ട്രെൻഡുകൾ അറിയുന്നവർ. അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയും. നിങ്ങൾ ആരെയും പിടിക്കാൻ ശ്രമിക്കേണ്ടിവരില്ല. നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തരംഗം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് വീണ്ടും പിടിച്ചെടുക്കാൻ ഒരുപാട് പരിശ്രമം വേണ്ടിവരും. അതുകൊണ്ട് നിലവാരമുള്ളതും മത്സരപരമായി മുന്നോട്ട് പോകാനും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. നിങ്ങളുടെ എതിരാളികളെക്കാൾ മുന്നിട്ട് നിൽക്കുകയും ബിസിനസ്സിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യണം. രണ്ടാമതായി, വളർച്ചയും നൂതനത്വവും പ്രോത്സാഹിപ്പിക്കാൻ. മാറ്റങ്ങൾ സ്വീകരിക്കുന്നത് മെച്ചപ്പെടുത്തലിനും വിപുലീകരണത്തിനും പുതിയ വരുമാന മാർഗങ്ങൾക്കും അവസരം നൽകും. പൊരുത്തപ്പെടുക എന്നാൽ പലപ്പോഴും നിങ്ങളുടെ കംഫർട്ട് സോണിൻ പുറത്തുവരിക എന്നതാണ്. ഇത് നൂതനത്വത്തെയും പുരോഗതിയെയും മുന്നോട്ട് കൊണ്ടുപോകും. സ്വന്തം തെറ്റുകളില്ലാതെ സാഹചര്യങ്ങൾ കാരണം ക്രമീകരിക്കേണ്ടിവന്ന ആളുകളുടെ കഥകൾ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു. ആ മാറ്റത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും പറയും അത് നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന്. ഇത് അവരെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാനും എന്തെങ്കിലും ചെയ്യാനും നിർബന്ധിതരാക്കി. അത് അവർക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായി മാറി.
കാരണം അത് അവരെ മറ്റൊരു ദിശയിലേക്ക് നയിച്ചു. പലപ്പോഴും അത്തരം വ്യത്യസ്ത ദിശകളാണ് കൂടുതൽ ഫലവത്തായിരിക്കുന്നത്. ഞങ്ങളുടെ ബിസിനസ്സിലും ഇത് സംഭവിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ക്രമീകരിക്കേണ്ടി വന്നു. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു പാതയിലാണ് ഞങ്ങൾ ഇപ്പോൾ. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുകയും അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായി, പ്രതിരോധശേഷി കെട്ടിപ്പടുക്കാൻ. ക്രമീകരിക്കാനുള്ള കഴിവ് ഒരു ബിസിനസ്സിനെ തെറ്റുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സഹായിക്കുന്നു. വെല്ലുവിളികളെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, കോവിഡ് മഹാമാരി പല ബിസിനസ്സുകളെയും ഓൺലൈൻ പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാക്കി. പെട്ടെന്ന് പൊരുത്തപ്പെട്ടവർക്ക് അതിജീവിക്കാനും വിജയിക്കാനും കഴിഞ്ഞു. പാൻഡമിക് ഇല്ലായിരുന്നെങ്കിൽ സൂം ഇന്നത്തെ പോലെ വിജയിക്കില്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങൾ സൂമിന്റെ ചരിത്രം വായിക്കുകയാണെങ്കിൽ അതൊരു നല്ല തുടക്കമല്ലായിരുന്നു. അവർക്ക് അതിജീവിക്കാൻ വേണ്ടി വലിയൊരു മൂന്നാം കക്ഷി നിക്ഷേപം വേണ്ടിവന്നു. പാൻഡമിക്കാണ് അവർക്ക് എല്ലാം യാഥാർത്ഥ്യമാക്കിയത്. റിമോട്ട് വർക്കിംഗ് കാരണം അവർക്ക് ഒരുപാട് പുതിയ ഉപഭോക്താക്കളെ ലഭിച്ചു. ഈ സാഹചര്യം അവർക്ക് അനുകൂലമായതുകൊണ്ടാണ് അവർ വിജയിച്ചത്. ഓൺലൈൻ സാങ്കേതികവിദ്യ സ്വീകരിച്ച എല്ലാവരും പാൻഡമിക്കിൽ നിന്ന് നല്ല രീതിയിൽ മുന്നോട്ടു പോയി. ഞങ്ങൾ പഴയ രീതിയിൽ തുടരുമെന്ന് പറഞ്ഞ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നവരാണ് മുന്നോട്ടു പോകുന്നതിൽ വെല്ലുവിളി നേരിട്ടത്. നാലാമതായി, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ. പുതിയ സാങ്കേതികവിദ്യകളിലോ പ്രോസസ്സുകളിലോ നിക്ഷേപം നടത്തുന്നത് കാര്യക്ഷമത സൃഷ്ടിക്കാനും സമയം ലാഭിക്കാനും ബിസിനസ്സിനെ വികസിപ്പിക്കാനും സഹായിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർ പുതിയ സാങ്കേതികവിദ്യകളെ സ്വീകരിക്കുന്നു. അവർ കൂടുതൽ വേഗതയുള്ളതും കാര്യക്ഷമതയുള്ളതുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. മറ്റ് ആളുകൾക്ക് ചെയ്യേണ്ടിവരുന്ന ജോലികൾ ലാഭിക്കാനായി അവർ പണം ലാഭിക്കുന്നു. പുതിയ സാങ്കേതികവിദ്യ കൊണ്ടുവരുന്നത് തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. എല്ലാ വ്യവസായങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. കമ്പ്യൂട്ടറുകൾ, റോബോട്ടിക്സ്, AI, മറ്റ് സോഫ്റ്റ്വെയറുകൾ എന്നിവ ബിസിനസ്സുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊന്നും ആളുകളെ ഒഴിവാക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഈ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് മറ്റു ജോലികൾ ചെയ്യാൻ പരിശീലനം നൽകുകയാണ്. അതുവഴി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവുകയും ചില മേഖലകളിൽ ഉപയോഗിക്കുന്ന പണം കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യുന്നു. അഞ്ചാമതായി, ഉപഭോക്തൃ പ്രതീക്ഷകൾ നിറവേറ്റാൻ. സോഷ്യൽ ട്രെൻഡുകൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ പോലുള്ള ഘടകങ്ങൾ കാരണം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും മുൻഗണനകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. വിജയിക്കാൻ ബിസിനസ്സുകൾ ഈ പുതിയ പ്രതീക്ഷകൾ നിറവേറ്റാനായി ക്രമീകരിക്കണം. ഇതിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണം വസ്ത്രവ്യവസായമാണ്. വസ്ത്രനിർമ്മാതാക്കൾ ഉപഭോക്തൃ ട്രെൻഡുകൾക്കനുസരിച്ച് വേഗത്തിൽ കാര്യക്ഷമമായും ക്രമീകരിക്കുന്നില്ലെങ്കിൽ അവരുടെ വിൽപ്പന കുറയുക മാത്രമല്ല, ഉപഭോക്താവ് ആഗ്രഹിക്കുന്ന പുതിയ ട്രെൻഡ് നൽകാൻ അവർക്ക് കഴിയില്ല. ഇത് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ അതിനനുസരിച്ച് മുന്നോട്ടു പോകണം. ഓട്ടോമൊബൈൽ വ്യവസായത്തെ നോക്കൂ. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കാറുകൾ ഒരുപാട് മാറിയിരിക്കുന്നു. പുതിയ വാഹനങ്ങളുടെ ഘട്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാത്തവർ പിന്നോട്ട് പോവുകയാണ്. ഉപഭോക്താവിന്റെ ആവശ്യം നിറവേറ്റാൻ മറ്റു ബിസിനസ്സുകൾക്ക് പെട്ടെന്ന് ക്രമീകരിക്കേണ്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവർ ചെയ്യുന്നില്ലെങ്കിൽ ഉപഭോക്താക്കൾ മറ്റെവിടെയെങ്കിലും പോയി സാധനങ്ങൾ വാങ്ങും. ബിസിനസ്സിലെ ലോയൽറ്റി വളരെ താൽക്കാലികമായ ഒന്നാണ്. ഇന്നത്തെ ഉപഭോക്താക്കൾക്ക് എല്ലാം ഇപ്പോൾ വേണം. നാളത്തേക്ക് കാത്തിരിക്കാൻ അവർ തയ്യാറല്ല. മറ്റൊരാൾക്ക് അത് ഇപ്പോൾ നൽകാൻ കഴിയുമെങ്കിൽ അവർ അങ്ങോട്ട് പോകും. തീർച്ചയായും ലോയൽറ്റി, ക്വാളിറ്റി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിലും വലിയൊരു ചിത്രമുണ്ട്. പക്ഷേ പൊതുവായി പറഞ്ഞാൽ നമ്മൾ വേഗതയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ്. ഭക്ഷണം വേഗത്തിലാണ്. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നത് വേഗത്തിലാണ്. കാറുകൾ, സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാം ഇപ്പോൾ വേഗത്തിലാണ്. ഈ ഉപഭോക്തൃ ആവശ്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടുന്ന ബിസിനസ്സുകളാണ് നന്നായി മുന്നോട്ടു പോകുന്നത്. എന്തായാലും സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. നാളെ ബുധനാഴ്ച ഞാൻ മറ്റൊരു വിഷയവുമായി തിരികെ വരും. ഈ കാര്യങ്ങളെല്ലാം ബിസിനസ്സുകൾ എങ്ങനെ വികസിക്കുന്നു, എങ്ങനെ ക്രമീകരിക്കുന്നു, എങ്ങനെ വിജയിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്നു.
ഈ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിന്റെ വിജയഗാഥയുടെ ഭാഗമായി നിങ്ങൾ തീർച്ചയായും മാറും. എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നാളെ കാണാം. ഇപ്പോൾ വിട.